ഹൈലോട് നിഫാസോടുകൂടി ഒരു സ്ത്രീ നോമ്പെടുത്ത് കഴിഞ്ഞാൽ നോമ്പ് ശരിയാവുകയില്ല, എനിക്ക് പിന്നെ നോമ്പെടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് റമദാനിൽ തന്നെ ഞാൻ നോമ്പെടുക്കാം എന്നൊരു സ്ത്രീ തീരുമാനിച്ച് നോമ്പെടുത്താൽ ആ നോമ്പ് ശരിയാവുകയില്ല, അവൾക്ക് അത് ഖളാ വീട്ടേണ്ടതുണ്ട് എന്നാണ്. ഖളാ വീട്ടേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ അതുമായി ബന്ധപ്പെട്ട 1-2 മസ്അലകൾ. ഒന്ന്, ഒരു സ്ത്രീ മഗ്രിബിന്റെ തൊട്ട് മുമ്പ് അവർക്ക് ഹൈദ് ഉണ്ടാവുകയാണ്. മഗ്രിബ് 6:45, 6:30, 6:35 ഒരു സ്ത്രീക്ക് ഹൈദ് ഉണ്ടായാൽ അവളുടെ നോമ്പ് പോയി. അവൾക്ക് ആ ദിവസത്തെ നോമ്പ് എന്ത് ചെയ്യണം? വേറൊരു ദിവസം നോറ്റ് കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള ദിവസങ്ങളുണ്ടാകും. അപ്പോൾ ആ ദിവസത്തോടൊപ്പം ഈ ദിവസം കൂട്ടേണ്ടതുണ്ട്. ഇനിയൊരു സ്ത്രീ ഫജറിന്റെ തൊട്ട് മുമ്പ് ഹൈദിൽ നിന്ന് ശുദ്ധിയായി എന്ന് വിചാരിക്കുക. ഫജറിന്റെ തൊട്ട് മുമ്പ് ശുദ്ധിയായി, ഫജർ 5 മണിക്കാണ്, 4:30 ശുദ്ധിയായാൽ അവൾ ശുദ്ധിയായി. അവളെ സംബന്ധിച്ചിടത്തോളം ആ വരുന്ന ഫജർ മുതൽ എന്തുള്ള നോമ്പ് നിർബന്ധമാണ്. അവൾക്ക് പിന്നീട് ഒഴിവില്ല. അവൾ ആ ദിവസം മുതൽ നോമ്പ് എടുക്കണം. ആ കുളി അവൾക്ക് പിന്നീട് മാറ്റി വെക്കാവുന്നതാണ്. കുളിച്ച് കയറണം എന്നുള്ള നിർബന്ധമില്ല. പക്ഷെ അത് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഈ സമയത്ത് അഥവാ നോമ്പിന്റെ സമയത്ത് ഹൈദിൽ ഒരു സ്ത്രീ ഉണ്ടായാൽ അവിടെ നോമ്പ് ശരിയാവുകയില്ല. അത് 1 മിനിറ്റോ 2 മിനിറ്റോ മുമ്പാണെങ്കിലും ശരി, ശേഷമാണെങ്കിലും ശരി, അത് ശ്രദ്ധിക്കുക. അതുപോലെ പണ്ഡിതന്മാരോട് ഇവിടെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ഒരു സ്ത്രീക്ക് റമദാൻ മുഴുവൻ നോമ്പ് കിട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ടാബ്ലറ്റ് എടുത്തുകൊണ്ട്, ഹൈദ് നിൽക്കുന്ന ടാബ്ലറ്റ് എടുത്തുകൊണ്ട് അങ്ങനെ നോമ്പെടുക്കാൻ പാടുണ്ടോ? സമാനമായ ചോദ്യം ഉംറയും ഹജ്ജും ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്. ഉംറക്കും ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, തവാഫ് ചെയ്യണമെങ്കിൽ ശുദ്ധി ഉണ്ടാവും. അപ്പോൾ ഹൈദ് വരാൻ സാധ്യത ഉണ്ട് എങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു കൂടെ പോകുമ്പോൾ പ്രയാസമാകും കൂടുതൽ ദിവസം ഇല്ലാത്ത ആളുകൾക്ക്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ജായിസാണ്, അനുവദനീയമാണ്. പക്ഷേ അവിടെ ഒരു കാര്യം അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഇൻ ഉമിന ദറർ, ഉപദ്രവങ്ങളിൽ നിന്നും സുരക്ഷിതരാണ് എങ്കിൽ. അത് ശരീരത്തിന് ഒരു ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ അത് തിരഞ്ഞെടുക്കരുത് എന്നാണ്. അതായത് അത്തരം മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഓരോ കാലഘട്ടത്തിൽ അത് ചിലപ്പോൾ നല്ലതും മോശമൊക്കെ ഉണ്ടാകാം. അത് ഉപയോഗിച്ചത് കൊണ്ട് ശരീരത്തിന് ഒരു പ്രയാസമുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാൻ പാടില്ല. അതല്ല എങ്കിൽ അത് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പോലെയുള്ള പണ്ഡിതന്മാർ ഒക്കെ വളരെ കൃത്യമായ ഫത്വ അങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു സ്ത്രീ ചെയ്യുകയാണ്, നല്ലൊരു ഗുളികയാണ്, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൈദ് ഉണ്ടാവുകയില്ല എന്ന്, അതുപോലെ അതിന് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാണെങ്കിൽ ചെയ്യുക. ചിലതിന് ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാകും, പിന്നീട് അത് ഡിസോർഡർ ഉണ്ടാകും, അങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിശ്ചയിച്ച സ്വാഭാവികമായ ഒരു പ്രവർത്തനം മാത്രമാണ്. അപ്പോൾ ലാസ്റ്റത്തെ 10-ലാണെങ്കിലും ശരി, ഒരു സ്ത്രീ ഇത്തിക്കാഫ് ഇരിക്കാൻ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ നോമ്പെടുക്കണം ഉദ്ദേശിച്ചു, അത് അള്ളാഹു നിനക്ക് നിന്റെ നിയ്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിഫലമുണ്ട്. സ്ത്രീക്ക് ഹൈദ് നിശ്ചയിച്ചതും നിഫാസ് നിശ്ചയിച്ചതും അത് അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ട അള്ളാഹുവിന്റെ പ്രകൃതിമായ നിയമമാണ്. അതുകൊണ്ട് അതിലൊരാളും പ്രയാസം വിചാരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നിയ്യത്തിന് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതായിരിക്കും എന്നാണ്.